الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضوان الله. أما بعد. പാരമ്പര്യ ഇസ്ലാമും ഷിയാക്കളും എന്നതാണ് സമർത്ഥന വിഷയം. ഷിഅത്തു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പാർട്ടി എന്നതിൽ നിന്നാണ് ഷിയിസം രൂപപ്പെടുന്നത്. 70 ചില്ലറ ശാഖകൾ ഇന്ന് ഷിയിസത്തിനുണ്ട് എങ്കിലും പലതും തകർച്ചയുടെ വക്കിലാണ്. പ്രധാനമായും ഷിയിസം 2 വിഭാഗമായിട്ടാണ് അറിയപ്പെടുന്നത്. ഒന്ന് ഇസ്നാ അശരിയ, ഒന്ന് അതുപോലെ തന്നെ ഇമാമിയ. ഇതിൽ കൂടുതൽ ആളുകളും ഇസ്നാ അശറക്കാരാണ്. ഇസ്നാ അശറ എന്ന പദത്തിൻ്റെ അർത്ഥം 12 വിഭാഗം എന്ന്, 12 എന്നാണല്ലോ. അലി റളിയല്ലാഹു അൻഹു മുതൽ അവിടെ നിന്നിങ്ങോട്ടുള്ള 11 പേരമക്കളെയും അവർ വലിയ സ്ഥാനം കൽപ്പിക്കുകയും അവരാണ് അവരുടെ ഇമാമായി കാണുകയും ചെയ്യുന്നത്. ഇതാണ് ഷിയാക്കളിലെ കൂടുതൽ ആളുകളും ചെയ്യുന്നത്. എന്നാൽ ഇസ്ലാം പറയുന്നത് അലി റളിയല്ലാഹു അൻഹു മുതൽ പിന്നീട് അങ്ങോട്ടുള്ള 11 പേരമക്കൾക്കും ഇസ്ലാമിൽ വലിയ പ്രാധാന്യവും പരിഗണനയും സ്ഥാനവും മഹത്വവുമുണ്ട്. ഇസ്ലാം അതിനെ ആ സ്ഥാനത്തെയോ പാരമ്പര്യത്തെയോ ചെറുതാക്കി കാണുന്നില്ല. എന്നാൽ ഷിയിസം ചെയ്യുന്നത് അവരെ ആദരിക്കുന്നതിനു പകരം അവരെ ആരാധിക്കുകയാണ് ചെയ്യുന്നത്. എത്രമാത്രം ആരാധന അള്ളാഹുവിന് മാത്രമുള്ള കാര്യമാണ്. അതാണ് അവർക്ക് കൊടുക്കുന്നത്. എത്രത്തോളം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രതിമ ഉണ്ടാക്കിയിട്ട് അതിന് സുജൂദ് ചെയ്യും. അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറിന് ചുറ്റും തവാഫ് ചെയ്യും. അങ്ങനെ ഇസ്ലാം പഠിപ്പിക്കാത്ത, ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ മുഖവിലക്കെടുക്കാതെ ആണ് ഇവർ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു വിഭാഗമാണ് ഇമാമിയ. ഇതും ഷിയിസത്തിന്റെ മറ്റൊരു വക്കിലാണ്. ബാക്കിയുള്ള ഏകദേശം 70 ചിലർ ഉണ്ടെങ്കിലും അതെല്ലാം തകർച്ചയുടെ വക്കിലാണ് എന്നാണ് ഗ്രന്ഥങ്ങൾ നമ്മോട് പറയുന്നത്. ഷിയാക്കൾക്ക് പ്രധാനമായും 2 ഇമാമുമാരാണുള്ളത്. ഒന്ന് ചൗഹരി ഇമാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ചൗഹരി അല്ലെങ്കിൽ ഇമാമിയ എന്ന് പറയുന്ന വേറൊരു ഇമാം. അങ്ങനെ 2 ഇമാമുകളാണ് ഉള്ളത്. പിന്നീട് അത് 12ഓളമായി തിരിയുന്നുണ്ട്. അതിൻ്റെ ശാഖകൾ 12-ലേക്കാൾ കൂടുതലായി തിരിയുന്നുണ്ട്. എന്നാൽ പാരമ്പര്യ ഇസ്ലാം പറയുന്നത് കർമ്മശാസ്ത്രങ്ങൾ, ഇസ്ലാം ഹദീസിനെ കാര്യങ്ങളെ സ്വതന്ത്രമായി ഇജ്തിഹാദ് ചെയ്ത് അവയിലെ നെല്ലും പതിരും നമുക്ക് വേർതിരിച്ചു തന്നത് പിൽക്കാലഘട്ടത്തുള്ള അയിമ്മത്തുകളായ പണ്ഡിതന്മാരാണ്. അവരെ മദ്ഹബിൻ്റെ ഇമാമുമാരെന്ന് നമ്മൾ വിശേഷിപ്പിക്കും. ഷാഫി ഇമാം, അതുപോലെ തന്നെ ഹംബലി മദ്ഹബ്, അതുപോലെ തന്നെ മാലിക്കി മദ്ഹബ്, ഹനഫി മദ്ഹബ്, അങ്ങനെ 4 മദ്ഹബുകൾ തുടരുമ്പോൾ ഷിയാക്കൾ 2 മദ്ഹബുകളാണ് തുടരുന്നത്. എന്നാൽ ഷിയാക്കൾ പറയുന്നത്, ഷിയാക്കളും പാരമ്പര്യ ഇസ്ലാമും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ ഒരുപാട് വിഷയത്തിലുണ്ട്. ഷിയാക്കൾ പറയുന്നത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് അംഗീകരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ പ്രവാചകന്മാരെയും അള്ളാഹു നിയോഗിച്ചത് എന്ന അബദ്ധ ജടിലമായ വാദം ഷിയാക്കൾക്കുണ്ട്. അതുപോലെ തന്നെ ഷിയാക്കൾ പറയുന്നത് അലി റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഖിലാഫത്ത് ലഭിക്കേണ്ടത് അലി റളിയല്ലാഹു അൻഹുവിനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എല്ലാം അധികാരം മോഷ്ടിച്ചവരാണ്, തർക്കത്തിലൂടെ വാങ്ങിയവരാണ് എന്നാണ്. എന്നിട്ട് അവർ സ്വഹാബത്തിനെ അവരുടെ പുസ്തകങ്ങളിൽ, ഗ്രന്ഥങ്ങളിൽ അവർ എഴുതി വെക്കുന്നത് അലി റളിയല്ലാഹു അൻഹു കാഫിറാണെന്ന് വരെ ഷിയാക്കൾ എഴുതി വെക്കുന്നുണ്ട്. എത്രമാത്രം നിഗൂഢമായ വാദങ്ങളാണ് അവർക്കുള്ളത്. എന്നിട്ട് മാത്രമല്ല, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിനെ വധിച്ച ബഹുമാനപ്പെട്ട അബൂലുലിനെ ഉമർ റളിയല്ലാഹു അൻഹു വധിച്ച അബൂലുലിന്റെ ഖബറിലേക്ക് അവർ നേർച്ച നടത്തുകയും അതിനെ വലിയ ആരാധന കേന്ദ്രമായി അവർ കാണും. എന്തേ കാരണം? ഉമർ റളിയല്ലാഹു അൻഹു വധിച്ചു എന്ന കാരണത്താൽ. അങ്ങനെയുള്ള അബദ്ധ ജടിലങ്ങളായ വാദങ്ങൾ അവർക്കുണ്ട്. അതുപോലെ തന്നെ ഇമാമിയത്ത് വാദമാണ് അവർക്കുള്ളത്. ഖിലാഫത്ത് എന്നത് അത് അള്ളാഹുവിങ്കിൽ നിന്ന് വരുന്ന ദൈവികമായ ഒരു കാര്യമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ദൈവികമായ ഒരു നിയോഗത്തിന്റെ ഭാഗത്തിലാണ് ഖിലാഫത്ത് ഉണ്ടാകുന്നത് എന്നാണ് ഷിയിസം പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഖിലാഫത്ത് ലഭിക്കേണ്ടത് അലി റളിയല്ലാഹു അൻഹുവിനാണ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷിയിസം ഖുർആൻ മാത്രമാണ് പ്രധാന അവലംബമായി അവർ കണക്കാക്കുന്നത്. അഹ്ലുസുന്നയുടെ പാരമ്പര്യം ഖുർആനും ഹദീസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ അസ്ഹാബിന്റെ അഖ്വാലുകളും നമുക്ക് പ്രമാണമാണ്. മാ അല അനയ്യ വ അസ്ഹാബി, ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണോ ഉള്ളത് ആ മാർഗമാണ് സത്യധാര എന്നാണ് അഹ്ലുസുന്ന വിശ്വസിക്കുന്നത്. ആ ധാരക്ക് പുറത്ത് ഖുർആനിനെ മാത്രമാണ് അവർ പ്രമാണമായി കാണുന്നത്. എങ്ങനെയാണ് ഹദീസുകൾ രൂപപ്പെട്ടത്? നബി സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുർആൻ പരിചയപ്പെടുത്തിയത് ലിതുബയ്യിന ലിന്നാസി, ജനങ്ങൾക്ക് വിശദീകരിച്ചു കൊടുക്കണം. ഖുർആനിലെ അവ്യക്തമായ കാര്യങ്ങളെ വിശദീകരിക്കാൻ, അതിൻ്റെ വാളിഹായിട്ട് അവ്യക്തമായ കാര്യങ്ങളെ പ്രകടമായി മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങളെ വിശദീകരിക്കുക എന്ന വളരെ ഉന്നതമായ ദൗത്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ അവർ നിയോഗിച്ചത്. അപ്പോൾ ഷിയാക്കൾ ഹദീസിനെ അംഗീകരിക്കാതിരിക്കുക എന്നത്, ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളോട് ബദ്ധത കൽപ്പിക്കാതിരിക്കുക എന്നത് അടിസ്ഥാനപരമായി തന്നെ ലോജിക്ക് കൊണ്ട് തന്നെ എതിർക്കാം. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവിന് അധികാരം കിട്ടണമായിരുന്നു എന്നതിൻ്റെ പിന്നിൽ ഒരു പ്രസ്ഥാനത്തെ, ഒരു ആശയത്തെ രൂപീകരിക്കുക എന്നത് അങ്ങനെയാകണം എന്ന താല്പര്യത്തിൽ പേച്ചുപോയതാണ് എന്ന കാര്യത്തിൽ ഒരു സംഘടന രൂപപ്പെടുക, അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രം സ്ഥാപിക്കുക എന്നത് ബുദ്ധിപരമായി തന്നെ, ലോജിക്ക് പരമായി തന്നെ മൗഢ്യവാദമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് മാത്രം സമർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജൂനിയർ എസ് എ ഇംഗ്ലീഷ് മത്സരഫലം അറിവാകുന്നു. എസ് എ ഇംഗ്ലീഷ് ഫോർ ജൂനിയർ സെഷൻ. തേർഡ് പ്ലേസ് ലെറ്റർ ഇ, അഫ്രിൻ ഷാ ടീം വാദി ഖുബ ബി ഗ്രേഡ് 4 points. സെക്കൻഡ് പ്ലേസ് ലെറ്റർ എ, സിനാൻ വിൽമുക് ടീം വാദി ബദർ എ ഗ്രേഡ് 7 points. And the first place letter B, Ashad Kasarkod team Wadi Hassan A grade 8 points. General Ideal Talk തുടരുന്നു. Letter C. Letter C on the stage now. വിഷയം സ്ത്രീ പൊതുരംഗ പ്രവേശനം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമാദരണീയരായ ഉസ്താദുമാർ, വേദിയിലുപനിഷ്ഠരായ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സ്ത്രീകൾ പൊതുരംഗ പ്രവേശനം എന്ന വിഷയത്തെ ആധികരിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് സൃഷ്ടിച്ച സകല ജീവജാലങ്ങൾക്കും ലിംഗം വേർതിരിച്ചിട്ടുണ്ട്. സ്ത്രീയും പുരുഷനും പ്രകൃതിപരമായി തന്നെ രണ്ടാണ്. ഈ രണ്ട് വൈരുദ്ധ്യങ്ങളെ ഒന്നിക്കുക എന്നത്, അല്ലെങ്കിൽ ഒന്നിപ്പിക്കുക എന്നത് എത്ര വലിയ ശ്രമങ്ങൾ നടത്തിയാലും അത് പരാജയമാണ് എന്ന് കാലം നമ്മോട് വെളിപ്പെടുത്തുന്നുണ്ട്. ഇന്ന് സ്ത്രീകൾക്ക് അവകാശവാദങ്ങളുമായി, അല്ലെങ്കിൽ സ്ത്രീ പക്ഷവാദം എന്ന പേരിൽ പ്രത്യക്ഷപ്പെടുന്ന ഫെമിനിസ്റ്റ് വാദികൾ പ്രധാനമായിട്ടും ഉന്നയിക്കുന്ന ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഭരണരംഗത്ത്, തൊഴിൽ മേഖലയിൽ, വിദ്യാഭ്യാസ രംഗത്ത് പുരുഷന് ലഭിക്കുന്ന പരിഗണന